എഴുത്തുകാരനാവാനുണ്ടായ കാരണവും അതിനിടയാക്കിയ സാഹചര്യവും ഒന്ന് വ്യക്തമാണ്. ഞാനങ്ങനെ എഴുത്തുകാരനായിപ്പോയത് തിരിച്ചതല്ല നമ്മളെ ഞാനങ്ങനെ എഴുത്തുകാരനാവണം കാരണം പുസ്തകങ്ങൾ പോലും ലഭ്യമാക്കാത്ത എൻ്റെ കുട്ടിക്കാലം, ഒരു ഗ്രാമത്തിലെ കുട്ടിക്കാലം, മാപ്പിളിപ്പാറയിലെ കുട്ടിക്കാലം, ഒരു പുസ്തകങ്ങൾ പോലും എനിക്ക് ലഭ്യമായില്ല. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ആരാധന തോന്നിയത് ഞങ്ങളുടെ തറവാട്ടിൽ പാല് വെട്ടിട്ട് പൊരുത്തപ്പെടാൻ വരുന്ന കോമരത്തോട്. ആ കാലഘട്ടത്തിൽ ഞാൻ കോമരമാകാനാണ് ഞാൻ അങ്ങനെ എഴുത്തുകാരൊന്നും കാണാൻ സാധ്യത. പക്ഷേ എൻ്റെ അത് മാറ്റി തീർത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പപ്പിപ്പറയൊക്കെ വിളിച്ച് പട്ടണത്ത് വന്ന് താമസമാക്കി. പട്ടണം ഗ്രാമീണ വായനശാല ഗംഭീരമായ വായനശാലയാണ്. ആ വായനശാലയുടെ പുസ്തകം എടുത്തു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നെ സ്വാധീനിച്ചു. ഞാൻ 8ാം ക്ലാസ്സിൽ ചേരുന്നത് കുമരനെല്ലൂർ ഹൈസ്കൂൾ. കുമരനെല്ലൂർ ഹൈസ്കൂൾ വളരെ പ്രധാനപ്പെട്ട വിഖ്യാതരായ 2 എഴുത്തുകാരുടെ പൂർവ്വവിദ്യാലയം. എഴുത്തുകാരൻ്റെ പേര് MT വാസുദേവൻ നായർ, മറ്റേ എഴുത്തുകാരൻ്റെ പേര് മഹാകവി അക്കിത്തം. 2 പേരും ജ്ഞാനപീഠ ജേതാക്കൾ. 2 ജ്ഞാനപീഠ ജേതാക്കളായ എഴുത്തുകാരെ സൃഷ്ടിച്ച ഇന്ത്യയിലെ ഏക വിദ്യാലയവും കുമരനെല്ലൂർ ഹൈസ്കൂളായി. പക്ഷെ ആ വിദ്യാലയം അതൊക്കെ പരിഗണിക്കുകയോ ഞാൻ ആ സമയത്ത് MLA-യോടൊക്കെ പറഞ്ഞു ശരിക്കും എംടിക്കും അക്കിത്തത്തിനൊക്കെ സമർപ്പിക്കുന്ന ഭൂമിനും കൂടി ആരംഭിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചില്ല. അവിടെ ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അവിടുന്ന് ഞാൻ പഠിച്ചു. പിന്നെ അവിടെ തന്നെ അധ്യാപകനായിട്ട് ഞാൻ വന്നു. മറ്റൊരു പ്രത്യേകത, അവിടെ ഞാൻ അധ്യാപകനായിരിക്കുമ്പോഴാണ് സാഹിത്യ അക്കാദമി അവാർഡും മോഡൽ അവാർഡും പോലെ എൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ അവാർഡുകൾ. അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം എനിക്കുണ്ടായി. അധ്യാപകർ കിട്ടുന്ന അപൂർവ സൗഭാഗ്യമാണ് ഞാൻ എഴുതിയ പാഠഭാഗം ഞാൻ അധ്യാപകനായിട്ട് എൻ്റെ വിദ്യാർത്ഥികൾ തന്നെ ക്ലാസ്സുകളിൽ പോകുന്നു. എൻ്റെ വിദ്യാർത്ഥികൾ അവർ